ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു വിഷു സ്പെഷ്യൽ പായസമാണ്. ഒരു മുതിര പ്രഥമൻ. അപ്പം മുതിരയുടെ പോഷകഗുണങ്ങളെക്കുറിച്ചെല്ലാം നമുക്കറിയാം. നമ്മൾ സാധാരണ മുതിര കൊണ്ട് മുതിര കറി വെക്കും, മുതിരപ്പുഴുക്കുണ്ടാക്കും, അങ്ങനെയൊക്കെയല്ലേ. അപ്പം നമുക്ക് മുതിര കൊണ്ടൊരു പ്രഥമൻ വെച്ചാലോ? അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. അപ്പം മുതിരപ്രഥമൻ ഉണ്ടാക്കുന്നതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഞാനൊരു അരക്കപ്പ് മുതിര എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 2 പിടി പച്ചരി എടുത്തിട്ടുണ്ട്, പിന്നെ ഈ പായസത്തിന് വേണ്ട മറ്റ് ചേരുവകൾ ഒരു 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതിന് 3 അച്ച് ശർക്കരയ്ക്ക് നല്ല മധുരം ഉണ്ടാവും. അത്രയും വേണ്ട എന്നുള്ളവർക്ക് അതിലും കുറച്ചെടുക്കാം. പിന്നെ 1 മുറി തേങ്ങയും കുറച്ചും കൂടി എടുത്തിട്ട് അതിൻ്റെ നന്നായിട്ട് അരച്ച് അതിൻ്റെ 1 കപ്പ് 1-ാം പാലും 2 കപ്പ് 2-ാം പാലുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിൽ നെയ്യിൽ വറുത്തിടാൻ വേണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, ഇതെല്ലാം ഞാൻ 1 പിടി വീതമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യമായ നെയ്യ്, ഒരു 2-3 സ്പൂൺ നെയ്യ് വേണം ഇതുണ്ടാക്കുന്നതിന് വേണ്ടി. പിന്നെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നെയ്യൊക്കെ ചേർക്കാം. പിന്നെ നമ്മുടെ ഫ്ലേവറിന് വേണ്ടി ഏലക്കാപ്പൊടി. അപ്പോൾ ആദ്യം നമുക്ക് ഈ മുതിരയൊന്ന് വറുത്തെടുക്കണം. ഒരു 4-5 മിനിറ്റ് വറുത്താൽ മതി, ഒരുപാടങ്ങ് കരിഞ്ഞു പോകരുത്. അപ്പോൾ ആദ്യം നമുക്കൊന്ന് മുതിര വറുത്തെടുക്കാം. മുതിര വറുത്തെടുക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഈ ശർക്കര ഒരു അരക്കപ്പ് വെള്ളത്തിൽ ഉരുക്കിയും കൂടെ എടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ശർക്കര ഉരുക്കാൻ വെക്കാം. അപ്പം നമ്മുടെ ശർക്കര എവിടെ നിന്ന് ഉരുകട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് മുതിര വറുത്തെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം മുതിര വറുത്തെടുക്കാൻ, കരിഞ്ഞു പോകരുത്. അപ്പോൾ നമ്മുടെ മുതിര പാകത്തിന് മൂത്തിട്ടുണ്ട്, ഇത്രയും മതി, ഒരുപാട് കരിഞ്ഞു പോകരുത്. ഒരു 4-5 മിനിറ്റ് മാത്രം വറുത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കാം. അപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം, അല്ലെങ്കിൽ ഇതിൻ്റെ മൂപ്പ് കൂടിപ്പോവും. അങ്ങനെ ആകുമ്പം മുതിരപ്രഥമനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിപ്പോൾ ഇവിടെ നിന്നൊന്ന് ആറട്ടെ, അത് കഴിഞ്ഞ് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ശർക്കര ഉരുക്കിയതും റെഡി ആയിരിക്കുകയാണ്, അതങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മുടെ മുതിര തണുത്തിരിക്കുന്നുണ്ട്, ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം, ഒന്ന് ക്രഷ് ചെയ്യാം. ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് ഒന്ന് കഴുകിയെടുക്കണം നന്നായിട്ട്. അപ്പോൾ ഇതിൻ്റെ എക്സ്ട്രാ തൊലിയുള്ളതെല്ലാം കഴുകുമ്പോൾ അങ്ങ് പോവും. അപ്പം കഴുകുമ്പം നമ്മൾ ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 2 പിടി പച്ചരി ഉണ്ടല്ലോ, അതും കൂടി ഒരുമിച്ചിട്ട് കഴുകി നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ ഈ പച്ചരി ഉപയോഗിക്കുന്നത് ഈ മുതിരപ്രഥമന് ഒരു കൊഴുപ്പ് കിട്ടാനും പിന്നെ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും, അതും കൂടി ഇടുമ്പോൾ അതിനു വേണ്ടിയാണ്. അപ്പം ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമ്മളൊരു കുക്കറിലേക്കിട്ട് ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു 5 വിസിൽ വേവിച്ചെടുക്കണം. എനിക്ക് ഇവിടെ കുക്കറിൽ വേവിക്കുമ്പോൾ ഒരു 5 വിസിലൊക്കെ മതി, പിന്നെ ഓരോരുത്തരുടെ കുക്കറിൻ്റെ അനുസരിച്ചിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഞാൻ വേവിച്ചിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ മുതിര വെന്തിരിപ്പുണ്ട്. ഞാനൊരു കുക്കറിലൊരു 5 വിസിൽ വരെ കേൾപ്പിച്ചിരുന്നു. എന്നിട്ടിപ്പോൾ അത് തണുത്ത് അതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്തപ്പം പാകത്തിന് വെന്തിരിപ്പുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുതിരപ്രഥമൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ അതിനായിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ആദ്യം ഒന്ന് വറുത്തെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്, നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നെയ്യ് ചൂടായി, ആദ്യം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. എല്ലാം ഞാൻ 1 പിടി വീതമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തേങ്ങ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരി മാറ്റാം. ഇതിലേക്ക് നമുക്കിനി അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നമ്മുടെ കാഷ്യൂനട്ടും ഫ്രൈ ആയിട്ടുണ്ട്, അതും നമുക്ക് കോരി മാറ്റാം. നമുക്കിതിലേക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ വേണമെങ്കിൽ വറുത്തും എടുക്കാം കേട്ടോ, ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തേ ഉള്ളൂ. നമ്മുടെ മുന്തിരിങ്ങയും റെഡിയായി, നമുക്കതും കോരി മാറ്റാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുതിര ഇട്ട് കുറച്ചൊന്ന് വഴറ്റിയെടുക്കണം. ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ഇതിനകത്ത് വെള്ളമെല്ലാം വറ്റിച്ച് ഒന്ന് വരട്ടിയെടുക്കാം.
അപ്പോൾ ഞാനൊരു 2-3-4 മിനിറ്റ് ഇങ്ങനെ നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ വറുത്ത നെയ്യിൽ ഒന്ന് വരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്കിനി ഇതും കൂടെ ശർക്കരയും കൂടെ ഒന്ന് വരട്ടിയെടുക്കാം. ഒരു 1-2 മിനിറ്റ് ഒന്ന് വരട്ടാം. അപ്പം നമുക്കൊരു ലേശം കൂടെ നെയ്യ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ പായസത്തിന്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പം നമ്മുടെ ശർക്കരയെല്ലാം നന്നായിട്ട് വരണ്ടിട്ടുണ്ട്. അതിൻ്റെ പച്ചച്ചുവയൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റോളം ഞാൻ വരട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 2ാം പാൽ ഞാനൊരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിൻ്റെയും വെള്ളമെല്ലാം ഒന്ന് വറ്റി വരണം. അപ്പോൾ ഇതിന് നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി വരട്ടെ. നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ 2ാം പാലിൽ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ കുറച്ചുകൂടെ ഒന്ന് വെള്ളം വറ്റാനുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പ്രഥമൻ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കൈയെടുക്കാണ്ട് ഇളക്കുകയൊന്നും വേണ്ട, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. വെള്ളം ഒന്ന് വറ്റണം. നമ്മൾ 2ാം പാൽ ഒഴിച്ചത് അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ 2ാം പാലിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന 1ാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1ാം പാൽ ഒഴിച്ചതിന് ശേഷം അധികം തിളപ്പിക്കണ്ട, ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മുടെ മുതിരപ്രഥമൻ റെഡി ആയിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മുതിരപ്രഥമൻ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടിപൊളി ടേസ്റ്റാണിത് കുടിക്കാൻ. അത്ര പണിയൊന്നുമില്ല, വേഗം കഴിയും. ഇതുവരെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്നുണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ.